ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 245 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ഡൈനോസറസിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഡൈനോസറസ് ഭൂമിയിൽ ഉണ്ടായതും ജീവിച്ചതും അവിടെ വംശനാശം സംഭവിക്കുകയും ചെയ്തത് മീസോസോയിക് കാലഘട്ടത്തിലാണ്. ഡൈനോസറസ് ഒരു ഗ്രീക്ക് വേർഡാണ്. അതിൽ ഡൈനോ എന്ന വാക്കിൻ്റെ മീനിങ് ഫിയർഫുള്ളി ഗ്രേറ്റ് അഥവാ ടെറിബിൾ എന്നാണ്. സിറസ് എന്ന വാക്കിൻ്റെ മീനിങ് ലിസാർഡ് എന്നതുമാണ്. എർത്തിലെ 7 കോണ്ടിനെൻസിൽ നിന്നും ഡൈനോസറിൻ്റെ ഫോസിൽ കണ്ടുകിട്ടിയിട്ടുണ്ട്. 700ഓളം സ്പീഷീസ് ഓഫ് ഡൈനോസേഴ്സ് എക്സ്റ്റിൻറ്റ് ആയിട്ടുള്ളതായിട്ടാണ് പാലിയന്റോളജിസ്റ്റുകൾ സ്റ്റഡീസിൽ നിന്ന് പറയുന്നത്. ഇത്രയും പോപ്പുലേറ്റഡ് ആയ വേരിയസ് സൈസിൽ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഈ സ്പീഷീസ് വംശനാശം വന്നു പോകാനുണ്ടായ കാരണം എന്താണ്? ലെറ്റ്സ് സീ. 66 മില്യൺ ഇയേഴ്സിന് മുമ്പാണ് ഡൈനോസറസ് കംപ്ലീറ്റ്ലി എർത്തിൽ നിന്ന് ഡിസപ്പിയർ ആവുന്നത്. ഡൈനോസറസിൻ്റെ എക്സ്റ്റിൻഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന 2 തിയറീസാണ് മെയിനായിട്ട് നമുക്കുള്ളത്. അതിൽ ആദ്യത്തേത് പറയുന്നത് ഇങ്ങനെയാണ്: ഡൈനോസറുകളുടെ വംശനാശത്തെ പറ്റിയാണ് നമ്മൾ കൂടുതൽ കേട്ടിരിക്കുന്നതെങ്കിലും വളരെയേറെ സ്പീഷീസിലുള്ള ജീവികൾ എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയ ഒരു കാലം കൂടെയാണിത്. ഭൂമിയുടെ സർഫസിൽ അറീഡിയം എന്ന എലമെൻറ്റിൻ്റെ എൻറിച്ച്മെൻ്റ് ആവാം ഈ മാസ് എക്സ്റ്റിൻഷന് കാരണം എന്നത് ഒരു സ്ട്രോങ് ഡിസ്കവറിയാണ്. വളരെ റെയർ ആയ ഈ എലമെൻറ്റ് ഒരു വലിയ ആസ്ട്രോയിഡ് അല്ലെങ്കിൽ കോമറ്റ് എർത്തായി കൊളൈഡ് ചെയ്തതുകൊണ്ട് വന്നതാവാം എന്ന ഐഡിയയെ സ്ട്രോങ്ങർ ആക്കുന്ന ഇൻഫോർമേഷനാണ് ഗൾഫ് ഓഫ് മെക്സിക്കോയിൽ ഒരു ലാർജ് സെലസ്റ്റിയൽ ബോഡി എർത്തായിട്ട് കൊളൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഈ സെലസ്റ്റിയൽ ഒബ്ജക്റ്റിൻ്റെ കൊളീഷൻ്റെ റിസൾട്ടായിട്ട് എർത്തിൻ്റെ ടെമ്പറേച്ചർ അപ്രോക്സിമേറ്റ്ലി 600 ഡിഗ്രി സെൽഷ്യസ് ആവുകയും ഈ റൈസൻ ടെമ്പറേച്ചറിൽ നിന്ന് രക്ഷപ്പെടാനാവാതെയാണ് ഡൈനോസറുകൾ അടക്കമുള്ള ഒട്ടനവധി ജീവജാലങ്ങൾ ഭൂമിയിൽ നിന്നും ഇല്ലാതായത് എന്നാണ് മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള തിയറി ഓഫ് എക്സ്റ്റിൻഷൻ ഓഫ് ഡൈനോസറസ് പറയുന്നത്. സെക്കൻഡ് തിയറി പറയുന്നതനുസരിച്ച് ഡൈനോസറസ് എക്സ്റ്റിൻറ്റ് ആവാനുള്ള കാരണം ഒരു സീരീസ് ഓഫ് വോൾക്കാനിക് ഇറപ്ഷൻസ് ആണ്. ഡെക്കൻ ട്രാപ്സ് ഉൾപ്പെടെ ക്രിയേറ്റ് ചെയ്ത ഈ വോൾക്കാനിക് ഇറപ്ഷൻ നടന്നത് ഇന്ത്യയിലാണ്. വോൾക്കാനിക് ഇറപ്ഷൻ കാരണം എമിറ്റ് ആയിട്ടുള്ള സൾഫർ ഡയോക്സൈഡാണ് ഈ മാസ് എക്സ്റ്റിൻഷന് കാരണം എന്ന് പറയപ്പെടുന്നു. ഈ 2 തിയറീസ് ഓഫ് എക്സ്റ്റിൻഷൻ ഓഫ് ഡൈനോസേഴ്സും ഡിബേറ്റബിൾ ആണ്. ജിയോളജിക്കൽ എവിഡൻസ് പ്രകാരം ആസ്ട്രോയിഡ് കൊളീഷനും ഡെക്കാൻ വോൾക്കാനോവും ഏകദേശം ഒരേ ടൈമിൽ സംഭവിച്ചിട്ടുള്ളതാണ്. ആസ്ട്രോയിഡ് കൊളീഷൻ്റെ മറ്റൊരു റിസൾട്ടാണ് ഈ വോൾക്കാനിക് ഇറപ്ഷൻ എന്നും പറയപ്പെടുന്നു. ഫോസിൽ പാറ്റേണുകളിൽ നിന്ന് ലഭിച്ച ഒരു സഡൻ എക്സ്റ്റൻഷനെ സപ്പോർട്ട് ചെയ്യുന്ന കാറ്റാസ്ട്രോഫിക് ഇവൻ്റ് ആയതുകൊണ്ട് ആസ്ട്രോയിഡൽ കൊളീഷനെയും ഡെക്കാൻ ട്രാപ്സിൽ നിന്ന് ലഭിച്ച ജിയോളജിക്കൽ എവിഡൻസസ് പ്രകാരം ചില ജീവികളിൽ ഗ്രാജുവൽ ചേഞ്ചസ് ഒബ്സർവ് ചെയ്തിരുന്നു എന്നും പ്രൊലോങ്ഡ് എൻവയോൺമെൻറ്റൽ സ്ട്രെസ് നിലനിന്നിരുന്നു എന്നതുകൊണ്ടും വോൾക്കാനിക് ഇറപ്ഷനെയും എക്സ്പേർട്ട് സപ്പോർട്ട് ചെയ്യുന്നു. 2 തിയറികളെയും ഫുള്ളി സാറ്റിസ്ഫൈ ചെയ്യുന്ന എവിഡൻസുകൾ ഇല്ല എന്നതും ടൈം ലൈൻ ആക്യുറേറ്റ് അല്ലാത്തതും ഈ തിയറികളുടെ വീക്ക്നെസ് ആണ്. എന്നിരുന്നാലും ആസ്ട്രോയിഡൽ കൊളീഷൻ കാരണവും വോൾക്കാനിക് ഇറപ്ഷൻ കാരണവും വർഷങ്ങളോളം നീണ്ടു നിൽക്കാവുന്നത്ര ക്ലൈമറ്റിക് എഫക്ട്സ് ഉണ്ടാക്കാൻ മാത്രം എമൗണ്ട് സൾഫർ ഡയോക്സൈഡ് എർത്തിൻ്റെ സ്ട്രാറ്റോസ്ഫിയറിൽ ഡെപ്പോസിറ്റ് ആയിട്ടുണ്ടാവണം. മാസീവ് ഫയേഴ്സ്, ഷോക്ക് വേവ്സ്, സുനാമീസ്, ന്യൂക്ലിയർ വിൻ്റർ എഫക്റ്റ്, ആസിഡ് റെയിൻസ്, ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻസ് എന്നിങ്ങനെ ഒട്ടനവധി ക്ലൈമറ്റിക് ഫിനോമിനൻസ് അന്ന് നടന്നിരിക്കാം. All these things aside, let me ask you something. Could there be dinosaurs still living with us here on the earth? And the answer is yes. പക്ഷെ പേടിക്കണ്ട, ഡൈനോസറസിൻ്റെ ഡിസെൻഡൻസ് ആണ് ഇപ്പോൾ ഉള്ളതെന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. ഏതാണ് ഈ ഡൈനോസറസിൻ്റെ ഡിസെൻഡൻസ് ആയിട്ട് നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ക്രീച്ചേഴ്സ്? ബേർഡ്സ്. ദാറ്റ്സ് റൈറ്റ്. ബേർഡ്സ് ഡൈനോസറസിൽ നിന്നാണ് ഇവോൾവ് ചെയ്തിട്ടുള്ളത്. ബേർഡ്സിൽ നിന്ന് വ്യത്യസ്തമായി ഡൈനോസറുകൾക്ക് പല്ലുകൾ ഉണ്ടായിരുന്നെങ്കിലും നീളം കൂടിയ ടെയിൽസ് ഉണ്ടായിരുന്നെങ്കിലും പാലിയന്റോളജിസ്റ്റുകൾ ബേർഡ് ലൈക്ക് ഡൈനോസറുകളുടെ ഫോസിൽ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷികളെപ്പോലെ മാനിറാപ്റ്ററൻ ടെറോപോഡ്സ് വിഭാഗത്തിലുള്ള ഡൈനോസറസ് മുട്ടയിടുമായിരുന്നു. ആൻഡ് ഇവൻ ദേ ഹാഡ് ഫെദേഴ്സ് ജസ്റ്റ് ലൈക്ക് ദ ബേർഡ്സ്. ഹോളോ ബോൺസ്, വിഷ് ബോണിൻ്റെ പ്രസൻസ്, 3-toed limbs ഇതെല്ലാം ഡൈനോസറസും ബേർഡ്സും തമ്മിലുള്ള സ്കെലിറ്റൽ സ്ട്രക്ചേഴ്സിലുള്ള സിമിലാരിറ്റീസ് ആണ്. ബൈപ്പെഡൽ സ്റ്റാൻസും എസ് ഷേപ്പിലുള്ള നെക്കും ലോക്കോമോഷനിലും പോസ്ചറിലും ബേർഡ്സും ഡൈനോസറസും എത്രത്തോളം സിമിലർ ആണെന്ന് കാണിക്കുന്നു. സോ ദാറ്റ്സ് എ യെസ്. Dinosaurs are living along with us as birds.